ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. കുറേ പേര് എന്നോട് ഞാൻ ആ ഹെൽത്തിൻ്റെ അപ്ഡേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വീഡിയോ ഓൾമോസ്റ്റ് 1.5 മാസം മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാമെന്ന് വെച്ചിട്ടാണ്. അതുമല്ല, ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഞാൻ ഇന്ന് കുറേ ആയി വിചാരിക്കുന്നു DC പോകുമ്പം ഓഫീസിൽ പോകുമ്പം ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അതും കൂടി ഇന്ന് ഒരു ഒത്തു വന്നു. അതുകൊണ്ടാണ് ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറെ ഒരു ഏറ്റവും വലിയ കാര്യം കണ്ടില്ലേ, നമ്മുടെ ഫോൾ കളർ ഇത് എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് തീരാറായി, ഇലയൊക്കെ വീഴാറായി. ഞങ്ങളുടെ മുമ്പിലത്തെ മേപ്പിളാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ഹെൽത്ത് അപ്ഡേറ്റ് ഞാൻ പറയാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ MRIക്ക് പോകുമായിരുന്നു എന്ന്. MRI താങ്ക്ഫുള്ളി ടേൺഡ് ഔട്ട് ഫൈൻ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ആർത്രൈറ്റിസിന് തന്നെ കുഴപ്പമാണ്. ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു ലിവ് വിത്ത് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയർ അപ്പ് ചെയ്യുമ്പം ഡോക്ടറെ വിളിച്ച് പറയാം, ഡോക്ടർ അപ്പോൾ എനിക്ക് ഫിസിക്കൽ തെറാപ്പിയോ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് എടുക്കാമെന്ന്. സ്റ്റിറോയിഡ് എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഭയങ്കര വേഴ്സായി, അതൊക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. അങ്ങനെയാണ് MRIക്ക് പോയത്. ആ ഒരു സമയത്ത് ഇൻസിഡൻ്റലി ഐ ഹാഡ് എ സൈനസ് ഇൻഫെക്ഷൻ. ആൻറ്റിബയോട്ടിക് ഒന്നും വർക്ക് ചെയ്തില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് അത് വേദന എടുക്കാൻ തുടങ്ങി എനിക്ക്, ആൻറ്റിബയോട്ടിക് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം ദേ സെഡ് ലെറ്റ്സ് ഡു സ്റ്റിറോയിഡ്സ്, നിറച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇവിടെ. ആ ഇൻസിഡൻ്റലി ആ ഭയങ്കര വേദനയുള്ള സമയത്തായിരുന്നു ഇത്. അപ്പോൾ ഒരു റൗണ്ട് സ്റ്റിറോയിഡ് ഞാൻ എടുത്തു. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫിക്സ്ഡ് എവറിത്തിങ് ദാറ്റ് വാസ് റോങ് വിത്ത് മീ, ലിറ്ററലി. ഓക്കെ, എനിക്കറിയാം സ്റ്റിറോയിഡ് എടുക്കുന്നത് നല്ല കാര്യമല്ല എന്ന്, പക്ഷെ എന്നാലും ഫോർ സംബഡി ഹു വാസ് ഗോയിങ് ത്രൂ സോ മച്ച് പെയിൻ that significantly improved my life. അപ്പോൾ ആ ഒരാഴ്ച എടുത്തിട്ടുള്ളൂ സ്റ്റിറോയിഡ്. ആൻഡ് ഐ വാസ് ടോട്ടലി ഫൈൻ. എൻ്റെ വേദന പോയി, ഇൻഫെക്ഷൻ പോയി, കഴുത്തിലെ വേദന പോയി, ഒക്കെ പോയി. അത് കഴിഞ്ഞ പിന്നെ ഇറ്റ്സ് ബിൻ എ ലോട്ട് ഈസിയർ. എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്ട്രെസ്സ് തോന്നുമ്പോഴേക്കും ഞാൻ വേഗം, അന്ന് കാണിച്ചില്ലേ ചൂട് പിടിക്കുന്ന സാധനം, അത് ചൂട് പിടിക്കും, പിന്നെ ഞാൻ കിടക്കും. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് ശരിക്കും ഇപ്പോൾ എനിക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പെയിൻ അത്ര സിവിയർ ആക്കാണ്ട് തുടങ്ങുമ്പോഴേക്കും ഞാൻ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല എനിക്കിപ്പം. ഹോപ്പ്ഫുള്ളി തിങ്സ് വിൽ കണ്ടിന്യൂ ദിസ് വേ. അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ വെൽ വിഷസ് ആൻഡ് പ്രേയേഴ്സ്. ശരിക്കും റിയലി അപ്രീഷിയേറ്റ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ആപ്പിൾ സൈഡർ വിനെഗർ. ഇത് എൻ്റെ A1C കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോഴും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഡിന്നർ ഭയങ്കര ലേറ്റായിട്ടാണ് കഴിച്ചത്, അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ DC പോകുന്ന കാരണം മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവില്ല. പോകാൻ നേരത്ത് ചായ കുടിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിജു ഒരു ഏത്തപ്പഴം ചുട്ടതും മുട്ട പുഴുങ്ങിയതുമാണ് കഴിക്കുന്നത്. ഇങ്ങനെ ചപ്പാത്തി ഫുൾക്ക് ചെയ്യുന്ന ഒരു സാധനം കിട്ടില്ലേ, ആ ഒരു മെഷ് പോലത്തെ വയർ മെഷ് പോലത്തെ സാധനം പിടിയില്ല, അതും വെച്ചിട്ടാണ് ഏത്തപ്പഴം ചൂടുന്നത്. ബിജുവിന് നാട്ടിലെ ഏത്തപ്പഴം ഇങ്ങനെ കഴിച്ചിരുന്ന് മിസ് ചെയ്യുന്നതും പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഏതായാലും ഞാൻ DC പോകുന്ന കാരണം നേരത്തെ ഓഫീസിൽ ലോഗിൻ ചെയ്യാൻ പോവാണ്. ഞാൻ ടിപ്പിക്കൽ ഓഫീസിൽ പോകുന്ന വേഷമല്ല ഇത്, ഭയങ്കര കാഷ്വൽ വേഷമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓഫീസിൽ പോകുന്നത് ജോലി ചെയ്യാനല്ല, എൻ്റെ ഐ എം ബിറ്റ്വീൻ പ്രോജക്ട്സ്. അപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ പോയി ലാപ്ടോപ്പ് തിരിച്ചു കൊടുക്കുന്നു, ബാഡ്ജ് തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് ഇത്ര കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ യൂഷ്വലി എസ്പെഷ്യലി നമ്മൾ ക്ലയൻറ്റ് ഓഫീസിൽ പോകുമ്പോൾ കുറച്ച് ഫോർമാലായിട്ടാണ് ഡ്രസ്സ് ചെയ്യുക. മിഡ് ഡേ ആണ് പോകുന്നത്, ലഞ്ച് സമയത്ത് അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ വെച്ചിട്ടാണ് പോകുന്നത്. അത് കാരണം ട്രെയിനൊക്കെ ഇത്തിരി ലേറ്റാണ്, കുറേ സമയം എടുക്കും പോകാനായിട്ട്. ഐ ട്രൈ ടു ടേക്ക് വീഡിയോസ് വിത്ത് മൈ ഫോൺ പറ്റുന്നിടത്തൊക്കെ. എനിക്ക് DC പോകണമെങ്കിൽ മെട്രോ ആണ് എടുക്കുന്നത്. ഡ്രൈവ് ചെയ്ത് പോകാം, പക്ഷേ എനിക്ക് DC ഡ്രൈവ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. അതെങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ മെട്രോയിൽ യൂഷ്വലി ഒരു സ്മാർട്ട് ട്രിപ്പ് കാർഡ് എന്ന് പറഞ്ഞ കാർഡാണ് യൂസ് ചെയ്യുക. അതിൽ നമ്മൾ പൈസ കയറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് സ്വൈപ്പ് ഇറ്റ് ആൻഡ് ഗോ. നല്ല നേരം എടുക്കും മെട്രോ, ഓൾമോസ്റ്റ് an hour and change എന്തായാലും എടുക്കും എനിക്ക്. ഞാൻ എത്തിയപ്പോഴേക്കും ഒരു ട്രെയിൻ പോയി. അത് ആക്ച്വലി പുതിയ ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടെ പുതിയ ട്രെയിനും പഴയ ട്രെയിനും ഓടുന്നുണ്ട് ഈ ലൈനിൽ. ആക്ച്വലി എല്ലാ ലൈനിലും ഓടുന്നുണ്ട് കേട്ടോ. അടുത്ത പോകാനുള്ള ട്രെയിന് പഴയ ട്രെയിനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നല്ല US മെട്രോ പോലും തോന്നില്ല, അത്രയ്ക്ക് പഴയ കമ്പാർട്ട്മെൻറ്റും ട്രെയിനും ഒക്കെയാണ്. ഈ പഴയ കാറിൻ്റെ ഇൻസൈഡ് ഇങ്ങനെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് വെച്ചാൽ, നമ്മുടെ എയർപോർട്ടാണത്, ഡള്ളസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. എയർപോർട്ടിൽ സ്റ്റോപ്പ് ഉണ്ട്. സോ ഇറ്റ്സ് ആക്ച്വലി വെരി കൺവീനിയൻറ്റ്. ഈ എയർപോർട്ടിലും അല്ല, DC വേറെ എയർപോർട്ടുണ്ട്, റീഗൻ എന്ന് പറഞ്ഞാൽ, അതിലേക്ക് നമുക്ക് മെട്രോയിൽ പോകാം. രണ്ടിടത്തും സ്റ്റോപ്പ് ഉണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എല്ലാ മെയിൻ സ്ഥലങ്ങളും കുറേ കോളേജ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട് മെട്രോ. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. DC അടുക്കാറാകുമ്പോഴേക്കും മെട്രോ ഗോസ് അണ്ടർഗ്രൗണ്ട്. ആ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് മിക്കവാറും ഫോണൊക്കെ സിഗ്നൽ ഉണ്ടാവും, വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ.
അപ്പോൾ അതെ എൻ്റെ സ്റ്റേഷനെത്തി. ഞാനിവിടെ ഇറങ്ങാണ്. ഇത് ആക്ച്വലി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേഷൻസ് ആണ്. ഇവിടെ പല ലൈനും വരുന്നുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണിത്. ഞാൻ താഴെയാണ് ഇറങ്ങിയത്. താഴെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മുകളിലേക്ക് വരാണ്. ബിക്കോസ് മുകളിലാണ് എക്സിറ്റ് ഒക്കെ ഉള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ വരുമ്പം എനിക്ക് എപ്പോഴും എൻ്റെ എക്സിറ്റിൻ്റെ സൈഡിലല്ല ഞാൻ വരിക. ഞാൻ അപ്പുറത്തെ സൈഡിലാണ് വരിക. ആക്ച്വലി ആയിരുന്നു കാണാൻ പറ്റുന്ന അറിയില്ല. ആ ദൂരെ കാണുന്നില്ല. അതിന് നടുക്ക് റെയിൽ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് കുറച്ചിട്ട് അപ്പർ സൈഡിലാണ് എൻ്റെ എക്സിറ്റ്. അപ്പോൾ എനിക്ക് പിന്നെയും തിരിച്ച് താഴെ പോയി അപ്പുറത്തെ സൈഡിലേക്ക് വരണം. എപ്പോഴും വരുന്ന അബദ്ധമായത്. എനിക്ക് എത്ര തവണ എനിക്കറിഞ്ഞൂടത്. ഇത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി എവിടെ ഇറങ്ങണ്ട. എന്നാലും എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ് ഇവിടെ. ഞാൻ ഓഫീസിൽ പോയി ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്തു. ക്ലയൻറ്റിൻ്റെ ഓഫീസ് ആയിരുന്നു. അത് നമ്മൾ കാണിക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണെന്നും ഞാൻ കാണിക്കാഞ്ഞ്. ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങളേതായാലും കുറച്ച് DC ഒക്കെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ലഞ്ച് വാങ്ങാമെന്ന് വെച്ചു. ആക്ച്വലി ലഞ്ച് ടൈം അല്ലേ, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് ഇൻ DC, എനിക്ക് ആലോചിക്കുമ്പോൾ വയലിൽ വെള്ളം വരും. ഈ ഒരു കടയാണ് ചോപ്ഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ സാലഡ് മാത്രമേ വെക്കാൻ കിട്ടുള്ളൂ. എനിക്ക് സാലഡ് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. പണ്ട് ഞാൻ DC വർക്ക് ചെയ്യുമ്പം അവിടെയും ഇതേ കട, ഇതിൻ്റെ ഒരു ചെയിനാണ് കേട്ടോ, കട അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കടയിൽ പോയിട്ട് സാലഡ് കഴിച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് സാലഡ് ഇഷ്ടം എന്ന് വെച്ചാൽ ഐ ആക്ച്വലി ക്രേവ് സാലഡ്സിന്. അത്ര നല്ല സാലഡാണ് ഈ കടയിലെ. ഞാൻ അവിടെ പോയിട്ട് സാന്റഫേ ചിക്കൻ ഉള്ള സാലഡാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതാണ് കണ്ടു കഴിഞ്ഞാൽ ലീൻ വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നില്ല, പക്ഷേ അടിപൊളിയാണ്. എൻ്റെ മുമ്പിൽ നിന്നാളും എൻ്റെ ബാക്കിൽ നിന്നാളും ഒക്കെ ഇതേ സാധനം തന്നെയാണ് ഓർഡർ ചെയ്തേട്ടോ. ഞാൻ തിരിച്ച് മെട്രോയിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് DC കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. DCയുടെ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബാണ് ന്യൂയോർക്കിനെക്കാട്ടിലും. നമ്മൾ US എന്നൊക്കെ പറയുമ്പം സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെയാണ് മനസ്സിൽ വരിക. DCയിൽ അതൊന്നുമില്ല. ബിക്കോസ് ഓൾ ദ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് അല്ലേ, അതാണ് നിറച്ചും. ആ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങിന്റെ സ്റ്റൈൽ പോലെ തന്നെയാണ് പുതിയ ബിൽഡിങ്ങുകൾ ഒരു പണിതേക്കുന്നത്, ആ ഒരു ലുക്ക് പോകാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ എനിവേസ് തിരിച്ച് മെട്രോയിലേക്ക് കയറി. ഇത്തവണ അതേ എനിക്ക് പുതിയ മെട്രോ കാറാണ് കിട്ടിയ, ട്രെയിനാണ് മാറ്റിയേക്കണം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയാം, സീറ്റ് നല്ല പൊക്കമുണ്ട്. അപ്പം തല ശരിക്കും ചാരിയൊക്കെ വയ്ക്കാൻ പറ്റും. മറ്റേ അതൊന്നും പറ്റുമൊന്നുമില്ല. എനിക്ക് DC മെട്രോയിൽ ഏറ്റവും നല്ല ഒരു കാര്യം തോന്നിയത് കമ്പയർഡ് ടു അതർ മെട്രോസ് ദാറ്റ് ഐ ബീൻ ഇൻ ഇസ് ദാറ്റ് നിറച്ച സീറ്റ് ഉണ്ട്. സാധാരണ മെട്രോയിൽ സൈഡിൽ മാത്രമല്ല സീറ്റിനുള്ളത്, നിറച്ച സീറ്റാണ്. ബിക്കോസ് ഇറ്റ് ടേക്സ് ക്വൈറ്റ് ലോങ് ടൈം ഐ തിങ്ക് ടു ഗോ ഫ്രം വൺ എൻഡ് ടു അനദർ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലാത്ത കമ്പാർട്ട്മെന്റിൽ കയറിയതാണ്. അതാണ് ഇത്ര എംപ്റ്റി ആയിരിക്കുന്നത്. അങ്ങനെ 3 മണിക്കൂർ പോയി കിട്ടി. ഒരു ലാപ്ടോപ്പ് ഡ്രോപ്പ് ചെയ്യാൻ പോയേന്. അപ്പോൾ അതേ ഞാൻ വേഗം വന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ, ലോഗിൻ ചെയ്യണം. ഞാൻ സാധാരണ വൈകുന്നേരമാണ് ജിമ്മിൽ പോകാൻ ശ്രമിക്കൽ. മിക്കവാറും ഇന്നത്തെ ഈ ട്രിപ്പ് കാരണം ജിമ്മിലൊന്നും പോകാൻ നേരം കിട്ടില്ല. എനിവേ ലെറ്റ് മീ ഫിനിഷ് വർക്കിംഗ്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. സ്മൂത്തിയാണ് എനിക്ക് വൈകുന്നേരം ഡിന്നറും, നാളത്തേക്ക് ബിജുവിന് ബ്രേക്ക്ഫാസ്റ്റുമാണ് ഉണ്ടാക്കുക. നമുക്ക് രണ്ടുപേർക്കും കൂടിയുള്ള സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ടു ഗിവ് യു ആൻ ഐഡിയ ഓഫ് ദ ക്വാണ്ടിറ്റി, ഈ 2 കപ്പ് ഫുള്ളും ഉണ്ടാകും സ്മൂത്തി. അത്രയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ക്വൈറ്റ് എ ബിറ്റ്. ഈ പ്രോട്ടീൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, വാനില ഫ്ലേവർ. ഞങ്ങൾ പല പ്രോട്ടീൻ പൗഡറും ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് അങ്ങനത്തെ ഒരു ടേസ്റ്റും ഇല്ല. നല്ല പ്രോട്ടീൻ പൗഡറാണിത്. കുറച്ച് മധുരമുണ്ട്, അത് മാത്രമല്ല ഡ്രോബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ട്രിപ്പിൾ ബ്ലെൻഡ് ബെറിയാണ്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി. വലിയ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചിടണം, ബിക്കോസ് ചിലപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും. ഇതിനൊരു കണക്കില്ല. ഞാൻ മിക്കവാറും ഒരു 5 പിടി ഫ്രോസൺ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് മുറിച്ചിടണം. ശരി കണക്കിലാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പം ചില ബെറിക്ക് ഭയങ്കര പുളിയായിരിക്കും, ചിലതിന് ഭയങ്കര മധുരമായിരിക്കും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാച്ച് അനുസരിച്ചിരിക്കും അത് ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. യൂഷ്വലി ഞാൻ ഈ ഒരു ജാറിൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് 1/4 എന്ന് പറയാം, അത്രയും ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. ഞാൻ ആ വലിയ സ്ട്രോബെറി ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. ഫ്രോസൺ ബെറിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷിനെക്കാട്ടിലും എളുപ്പം അതാണ്, ബിക്കോസ് ഇത് ചീത്തയൊന്നും ആയി പോകില്ലല്ലോ. അടുത്തത് ഇതേപോലെ തന്നെ ഫ്രോസൺ അവക്കാഡോ ആണ്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ടിപ്പായിട്ടാണ് തോന്നിയത്. വേറെ യൂട്യൂബർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനത് വാങ്ങാൻ തുടങ്ങിയത്. ബിക്കോസ് ഫ്രഷ് അവക്കാഡോ എപ്പോഴും എൻ്റെ അടുത്തും ചീത്തയായി പോകും. നമ്മൾ വലിയ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 2-3 ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ കേടായി പോവാണ്. ഇതാവുമ്പം ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. ആഡ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് അവക്കാഡോസ് ആർ ഗുഡ്. അതല്ലാണ്ട് ഇത് സ്മൂത്തിക്ക് നല്ലൊരു ക്രീമിനെസ് കൊടുക്കും. ദേ ഒരു പിടിയായി ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ഫ്ലാക്സ് സീഡ് പൗഡർ ചെയ്തതാണ്. എൻ്റെ അടുത്ത് ആക്ച്വൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്, കുറേ ഉണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ തന്നെ ഏതോ യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക് ഷോർട്സ് ആയിട്ട് കണ്ടിട്ട് ഫ്ലാക്സ് സീഡ്
വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് വളരുന്നു, മുടിയുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. എന്തോ ഒരു വീഡിയോ കണ്ടു, ഞാനത് ഒരു തവണ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു വേവല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഫ്ലാക്സ് സീഡിൻ്റെ അടുത്തുള്ളതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പൊടിച്ച് വെച്ചേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതുപോലെ യൂസ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. ഇനി ഒന്നുകൂടി പൊടിക്കണം എനിക്ക്. ഫ്ലാക്സ് സീഡ് ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോട്ടീൻ റിച്ച് ആണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ലോവർ ബ്ലഡ് പ്രഷർ എന്നുള്ള. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ ലോ ഫാറ്റ് ഗ്രീക്ക് യോഗർട്ട് പ്ലെയിൻ ഫ്ലേവർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയ പിടി ഓർഗാനിക് ബേബി സ്പിനച്ച്. ഞങ്ങൾക്ക് 2 കൂടിയുള്ള ഇതായതുകൊണ്ട് 2 സ്കൂപ്പ് നേരത്തെ കാണിച്ച പ്രോട്ടീൻ പൗഡർ. ഇനി ഓഫ് കോഴ്സ് പാല് ഇതെങ്ങനെ അരിഞ്ഞു വരുന്നോ അതിനനുസരിച്ചിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തു, കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. ലോ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇതിന് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്. ശരിക്കും ഓൾമോസ്റ്റ് ഒരു ഡെസേർട്ടിൻ്റെ കൺസിസ്റ്റൻസിയാണ്. കുടിക്കാൻ പറ്റില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതാണ് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യാം കേട്ടോ. അഗൈൻ ചില ആൾക്കാർക്ക് ഇത്തിരി തിക്കായിരിക്കും കൺസിസ്റ്റൻസി, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്മൂത്തി വെച്ച് 2 ഗുണമുണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് ഇതിൽ നിറച്ച് പ്രോട്ടീൻ റിച്ച് ആണ്, നല്ല ഫില്ലിംഗ് ആണ്. രണ്ടാമത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ മധുരം കഴിക്കാൻ തോന്നും. അപ്പം ഇത് ശരിക്കും ഒരു ഡെസേർട്ട് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഹെൽത്തി സാധനമാണെങ്കിൽ പോലും ഡെസേർട്ട് കഴിക്കുന്ന പോലെ തന്നെയാണ്. ബെറി നമ്മൾ സൂക്ഷിച്ച് ആഡ് ചെയ്യുക, ബിക്കോസ് ബെറിയിൽ നിറച്ച് ഷുഗർ ഉണ്ട്. വേറെ ഷുഗറൊന്നും ഇട്ടിട്ടില്ല. പ്രോട്ടീൻ പൗഡറിലെ ഷുഗറും ബെറിയുടെ ഷുഗറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഈ പാത്രത്തിൽ ആക്കി അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഞാൻ. നാളെ രാവിലെ ബിജു കഴിച്ചോളൂ. ഞാൻ ജിമ്മിൽ പോകുന്ന ദിവസമാണെങ്കിൽ, ഇപ്പോൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ഇതെന്തായാലും ഉണ്ടാക്കി വെക്കും. ബിക്കോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തം വിശപ്പായിരിക്കും. അപ്പം കണ്ട സാധനമൊക്കെ വലിച്ചു വാരി തിന്നും. അപ്പോൾ ജിമ്മിൽ പോയതിൻ്റെ ഗുണം കംപ്ലീറ്റ് കളയും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പണ്ട് വൈറ്റമിക്സ് ക്ലീൻ ആക്കുന്ന കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജസ്റ്റ് കുറച്ച് ചൂടുവെള്ളവും സോപ്പും ഇട്ടിട്ട് ഒന്നും കൂടി ഇത് വന്ന് റിൻസ് കഴിഞ്ഞാൽ ഇത് കഴുകി വയ്ക്കാൻ പറ്റും. അത്ര എളുപ്പമാണ് വൈറ്റമിക്സിൻ്റെ ബോള്. ബിജുവിന് ഡിന്നറിന് ഇന്നലത്തെ മീൻകറി ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി ബിസി ഡേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സർട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഒരു സ്റ്റഡി ഗ്രൂപ്പ്. അപ്പം അത് ഏതായാലും ഒരു 2.5-3 മണിക്കൂർ നീളമുള്ള ക്ലാസ്സാണ്. ഇനിയിപ്പോൾ രാത്രിത്തെ പരിപാടി അതാണ്. ഏതായാലും ഇത്തവണ ഫോണിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങളുടെ ട്രീയും ഞങ്ങളുടെ സ്ട്രീറ്റും ഒക്കെ ഒന്ന് ഏതായാലും കാണിക്കാം ബിഫോർ ഐ സൈൻ ഓഫ് ടുഡേ. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.